ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യാത്രാ വ്ളോഗുമായിട്ടാട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പിന്നെ കൊല്ലൂർ പോയിട്ടുണ്ടായിന്, അതിൻ്റെ ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇൻ്റർസിറ്റിക്കാണ് നമ്മൾ മംഗലാപുരത്തേക്ക് പോകുന്നത്. എന്നിട്ട് ആടുന്ന നമ്മൾ മത്സ്യഗന്ധ എക്സ്പ്രസ്സിൽ നമ്മൾ നേരെ ബൈന്ദൂരേക്ക് ഇറങ്ങും. എന്നിട്ട് ആടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ കൊല്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാ ട്രെയിൻ എത്തി, നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ ഇതുപോലെയുള്ള സീറ്റാട്ടോ, AC ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം നമുക്ക് പിന്നെ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. ഒന്നിന് മാത്രമേ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല വാങ്ങി യാത്ര ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ AC പിള്ളേർ ഉറങ്ങിപ്പോവും, അറിയാതെ ഉറങ്ങിപ്പോവും. ചെറിയ കുഞ്ഞാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഉറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ദേവട്ടിന് അപ്പുറം സൈഡിലാട്ടോ ഇതിട്ടുണ്ടായത്. പിന്നെ അവർ വന്നിട്ട് ഇരുന്നിട്ടുണ്ടാകുമ്പോൾ ദേവട്ടിന് പേടിയായി, നമ്മൾ ആടെ ആക്കിയിട്ട് പോകുമെന്ന് പഠിച്ചിട്ട് നമ്മളടുത്തേക്ക് തന്നെ വന്നു. അങ്ങനെ നമ്മളിപ്പോൾ എത്താനായി കേട്ടോ. നമ്മളിപ്പോൾ എത്താനായി. അങ്ങനെ നമ്മൾ മംഗലാപുരത്തിലെത്തി. ആടുന്ന് ചോറെല്ലാം ബയിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് 2:20 മത്സ്യഗന്ധ എക്സ്പ്രസ്സിൽ നമ്മൾ ബൈന്ദൂരേക്ക് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് കിടന്നിട്ടെല്ലാം പോവാം കേട്ടോ. നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് കിടന്നിട്ടെല്ലാം പോവാം. അതുകൊണ്ട് സമാധാനമായി. നേരത്തെ ഇരുന്നിട്ടല്ലേ വന്നത്, അതുകൊണ്ട് കുറച്ച് കിടന്നു. അവിടെ എത്തുന്നവരെ കിടന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞുവാവ വീണ്ടും ഉറക്കത്തിൻ്റെ വട്ടത്തിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഓന് ഉറക്കെല്ലാം വന്നാൽ ഇങ്ങനെ എന്നെ തിന്നുകൊണ്ട് നല്ല ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. പല്ലൊന്നും വന്നിട്ടാട്ടോ ശരിക്കും. പിന്നെ ഇങ്ങനെ കണ്ട അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. പല്ലില്ല, എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമല്ല. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അങ്ങനെ മൂകാംബികയിലെത്തി. പക്ഷെ നമ്മൾ എടുത്ത റൂമിൽ ഫുള്ള് കൊതുക്. നമ്മൾ ഒരു പാങ്ങില്ല, അതുകൊണ്ട് നമ്മൾ ഈ റൂം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. റൂം മാത്രമല്ല, ഹോട്ടലും. ഇത് ഹോട്ടൽ നല്ല ഹോട്ടൽ തന്നെ, പക്ഷെ നമുക്കൊരു നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ട് ആ റൂം എടുക്കാൻ വന്നത് ടെൻഷനാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കിടന്നുറങ്ങാനും സ്ഥലമില്ല, കാരണം നമ്മൾ കുറേ ആളുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഹോട്ടൽ റൂമെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് വിട പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അധികം താമസിക്കുന്ന ഒരു ഹോട്ടൽ റൂമാണ് കേട്ടോ അത്. നമ്മൾ മൂകാംബികയിൽ വരുമ്പോൾ അധികം താമസിക്കൽ ആടെയാണ്, ഹോട്ടൽ മൂകാംബിക പാലസ്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ റൂമെല്ലാം ഫുള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഒരു റൂം ഉണ്ട്, വേഗം വന്നോന്ന് പറഞ്ഞു. അങ്ങനെ വേഗം വന്നു. അപ്പോൾ നമുക്ക് 401 റൂം നമ്പർ കിട്ടിയത്. അപ്പം റൂം നമ്പർ 401 നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ കാണുന്നത് ബാത്റൂം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്നത് അന്നയാണ്, നല്ല വലിയ കണ്ണാടി. പിന്നെ ഇവിടെ എന്തെല്ലാം സാധനം തൂക്കിയിട്ടുണ്ട്, എന്തെല്ലാം സാധനം. പിന്നെ ഒരു ഇതുണ്ട്, ടാബിൾ. നല്ല സ്റ്റോറേജ് ഇതെല്ലാം ഉണ്ട്, സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ലോക്കറുണ്ട്. ഏത് തുറക്കുന്നില്ലേ, എല്ലാം ഉണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് ഉണ്ട്. ഇതെവിട്ടാ കൊണ്ടുവന്നെ. പിന്നെ ഒരു ബാത്റൂം നല്ല അടിപൊളി ബാത്റൂമാണ്. അതടച്ചിട്ട് ഇവിടെ ബാത്റൂം എടുക്ക്. പിന്നെ ഇതാണ് റൂമ്. നല്ല വലിയ റൂം കേട്ടോ, വലിയ ബെഡും. അത് നല്ല ഇൻറ്റീരിയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു സൈഡ് വിൻഡോ സീറ്റ് ഉണ്ട്. വിൻഡോ സീറ്റിൽ നിന്ന് നേരെ നോക്കുമ്പോൾ അങ്ങനെ പുറത്തത്തെ അമ്പലം വാടയുണ്ട്. അത് നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഇതെല്ലാം. പിന്നെ ഇത് കാഴ്ചകൾ അപ്പറല്ലേ. കൊതുകിന് വേണ്ടി ഇതെല്ലാം വെച്ചിട്ടാ, ഗുഡ് നൈറ്റ് എല്ലാം വെച്ചിന്.
നല്ല പാങ്ങുണ്ട്. ഞാനിപ്പോൾ വീട്ടിട്ടിട്ടാകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മണിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഉണ്ട് കേട്ടോ, ചായപ്പൊടി, നമുക്ക് ചായ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം. പിന്നെ വെൽക്കം ആയിട്ട് റോസ് ഫ്ലവർ ഉണ്ട്, ഓല ഉണ്ട്, പിന്നെ ഒരു വലിയ ടി വി ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നേരെ പോയിട്ടാകുമ്പോൾ നമുക്ക് കാണുന്നത് പുറത്തത്തെ കാഴ്ച ഇതാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല ഭംഗിണ്ട് കേട്ടോ. ഇത് പറയുന്നത് ഇങ്ങനെ പറയുന്നത് ബാൽക്കണി നമുക്ക് പോകാനൊന്നും പറ്റില്ല കേട്ടോ, തുറക്കാനും കഴിയാം. പിന്നെ 2 സോഫ ഉണ്ട്, പിന്നെ ഒരു ഇതുണ്ട്, ക്യാമറ നല്ല ഉണ്ടാവും. കേട്ടോ നമ്മളെ റൂം എന്നെ കണ്ടില്ലേ, ബിസിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളെ റൂമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൂകാംബിക പാലസ്, ഹോട്ടൽ മൂകാംബിക പാലസിൽ റൂം എടുക്കാം. നല്ല റൂമുണ്ട്, അടിപൊളി റൂം. എല്ലാ റൂമും സാധാരണ റൂമും എല്ലാ റൂമും നല്ല കേട്ടോ. അങ്ങനെ പിള്ളമാരെല്ലാം നമ്മൾ ബാങ്ക് കുളിപ്പിച്ചു, ഒന്ന് ഫ്രഷാക്കി. എന്നിട്ട് ധനിച്ചേട്ടനും കുളിച്ചു, ഞാൻ കുളിച്ചിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നത്. പിന്നെ തൊന്നിട്ടെല്ലാം വന്നിട്ട് കിടക്കാനാകുമ്പോൾ കുളിക്കാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവിടെ താഴെ തന്നെ കേട്ടോ, പിന്നെ റെസ്റ്റോറൻറ്റ് അവിടെ താഴെ തന്നെ. എന്നിട്ട് നമുക്ക് വേണ്ട സാധനമെല്ലാം ഓർഡറാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. നമ്മൾ ചെറിയൊരു നല്ല ലഘുഭക്ഷണം മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, നല്ലോണം ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വേഗം തന്നെ ഉറങ്ങണം. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ വെജിറ്റേറിയൻ മാത്രമാണ്, നോൺ വെജ് ഒന്നുമില്ല. അപ്പോൾ നോൺ വെജ് പ്രതീക്ഷിക്കുന്നവർക്ക് ഇവിടെ എന്തായാലും പോകാൻ കഴിയുക. ഇവിടെ വെജിറ്റേറിയൻ മാത്രമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫുഡ് കേട്ടോ. അങ്ങനെ രാവിലെയായി, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വലിയ ആളാക്കിയിട്ട് പിന്നെ രാത്രി കുളിക്കാന്നെല്ലാം വെച്ചിട്ട് ഞങ്ങൾക്ക് മടിയായിട്ട് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ പിള്ളേരും അതനുസരിച്ച് മാത്രമേ കുളിച്ചിട്ടുണ്ടായിട്ടു. അപ്പോൾ രാവിലെ ആയി കേട്ടോ. എന്തിനോക്കുന്നേ നീ ആടിനെ നോക്കുന്നതാ? ആടല്ല, അത് പശുവ. അങ്ങനെ എല്ലാവരുടെയും പല്ല് തേപ്പും അതുപോലെ തന്നെ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുപ്പായി ഇതാണ് കേട്ടോ, മുണ്ടും ധനിച്ചേട്ടൻ്റെ മുണ്ടും ഷർട്ടും, അതുപോലെ തന്നെ എൻ്റെ ഒരു ട്രഡീഷണൽ കുർത്തിയുമാണ്. പിള്ളേർക്ക് മുണ്ടും ഷർട്ടും കൊടുക്കും. നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ റെഡിയായി, എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. കുറേ വൈകി, 9 മണിയായി ഏകദേശം. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ എല്ലാവരും കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ ദേവിട്ട റെഡി ആയിട്ടുണ്ട്. ദേവിട്ട കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ മുണ്ട് കേട്ടോ. ഇങ്ങനെ മുണ്ടാണ്, ചേട്ടനും മുണ്ടാണ്, കുഞ്ഞു ഭാര്യയും മുണ്ട് കേട്ടോ ചേട്ടനും. അപ്പൊ നമുക്ക് പോയിട്ട് ഇപ്പൊ വരും, അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ.
വിദ്യാരംഭമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസാദം വാങ്ങിക്കണം. അപ്പോൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തനിച്ചായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പ്രസാദം വാങ്ങിച്ചതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുഞ്ഞിക്ക് ഫീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫീഡിങ് റൂമുണ്ട് കേട്ടോ, അമ്പലത്തിനുള്ളിൽ തന്നെ ഫീഡിങ് റൂമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുഞ്ഞിക്ക് പാൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. അത് പുറത്ത് വെച്ചാൽ നമ്മൾ അമ്പലത്തിന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ താമസിച്ചിട്ട് മൂകാംബിക റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ ഫുഡ് കഴിക്കണം. അങ്ങനെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് പോകണം. റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്കുരും ദേവട്ടിനും വലിയ വാശി, നമുക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വേണം എന്ന്. പിള്ളേരായെങ്കിൽ എന്തായാലും അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചെറുതാണെങ്കിൽ ചെറുതെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് മെമ്മറീസ് എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഹലോ ഗൈസ്, നമ്മ കാട് മണിക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ താഴെ ഹോട്ടൽ റൂമിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. 12 മണിയെല്ലാം കഴിഞ്ഞു. 12 മണിയാകുമ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യണം. അത് പ്രശ്നമില്ല, 1 മണിയായാലും പ്രശ്നമില്ല. അപ്പം നമ്മൾ 12 മണിയെല്ലാം കഴിഞ്ഞിട്ട് 1 മണിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു പിന്നെ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചു, നന്നായിട്ട് ഫുഡ് കഴിച്ചു, വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. കാരണം രാവിലെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാതെ പോയതുകൊണ്ട് പിന്നെ നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ തലവേദന എടുക്കുന്നതുകൊണ്ട് വേഗം ഒരു ഗ്ലാസ് ചായ വേഗം കുടിച്ചു. അപ്പോൾ ഇങ്കൊരു നൂഡിൽസ് ആട്ടോ, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എടുത്ത നൂഡിൽസ്. അപ്പോൾ അതുപോലെ കുഞ്ഞുവാവക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നൂഡിൽസ്. അപ്പോൾ അവർ രണ്ടുപേരും നൂഡിൽസാണ് രാവിലെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. വീട്ടിലേക്കല്ല, ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല വാങ്ങണേനായിട്ട് നല്ല വാങ്ങ ദർശനത്തിൻ്റെ കഥ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇത്രയേ വീട് ഇത്രയല്ല, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഞാൻ വീഡിയോ എടുത്തിട്ട് കേട്ടോ. ട്രെയിനിനുള്ളിൽ കയറുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ട്, ബാക്കിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൂകാംബികയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബൈന്ദൂരേക്ക് വരുമ്പോൾ തന്നെ ഒരു എന്തോ ആണ് ഇങ്ങനെ കാറിലെല്ലാം വരുമ്പോൾ അധികം. അതുകൊണ്ടാണ് നമ്മൾ കാറൊന്നും എടുത്തിട്ട് വരാത്തത്. ട്രെയിൻ എനിക്ക് ഛർദിയുടെ ആ ഒരു ഇതുണ്ട്, ഛർദിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് കാർ ഒഴിവാക്കിയതാണ്. അപ്പോൾ ട്രെയിൻ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കാരണം ഛർദിക്കില്ല. ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്ര. അപ്പോൾ അതാടുന്ന് നമ്മളെ കുഞ്ഞുമാവ 2 ഫ്രണ്ട്സിനെല്ലാം കണ്ടുമുട്ടി, നല്ല 2 ചേച്ചിമാർ. അപ്പോൾ അവരെ പിന്നെ നമ്മളെ ട്രെയിൻ 1 മണിക്കൂറാൻ മറ്റേ ലേറ്റ് ഉണ്ടായിന്. അപ്പോൾ ആ പിള്ളേരാണ് ഇവനെ കളിപ്പിച്ചുകൊണ്ടുണ്ടായത്. അത് നമുക്കൊരു അവരെ ഇടാനൊന്നും അറിയില്ല, നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളോട് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അവരുടെ അച്ഛനമ്മയെല്ലാം അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടുണ്ടായത്. കുഞ്ഞുമാവനെ കണ്ടുകൊണ്ട് മാത്രമാണ് അപ്പോൾ വന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.